ന്യൂട്രിചാർജ് കിഡ്സ്, കേസർ പിസ്ത, അതുപോലെ തന്നെ ന്യൂട്രിചാർജ് മാൻ അല്ലെങ്കിൽ ന്യൂട്രിചാർജ് വുമൺ. omega-3 നമ്മുടെ ശരീരത്തിൽ ചില നമ്മൾ മീനൊന്നും കഴിക്കാൻ പോകേണ്ട ആവശ്യമില്ല, ഫ്ലാക്സീഡ് ഉണ്ടാക്കി കഴിക്കാൻ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്ലാക്സീഡ് ഓയിൽ തന്നെയാണ് നമ്മുടെ omega-3 ഉള്ളത്. ന്യൂട്രിചാർജ് വെജ് ഒമേഗ 2 നേരം കഴിക്കുന്നു. അതുപോലെ തന്നെ L-ലൈസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്. L-ലൈസിൻ അമിനോ ആസിഡ് നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ, ആന്റി ഓക്സിഡന്റ് എഫക്റ്റ് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ആന്റിബോഡീസ് ഉണ്ടാവാനുള്ള ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ വൈറസ്, ഹെർപ്പിസ് വൈറസ്, ഞാൻ പറഞ്ഞു വൈറസ് ശരീരത്തിനകത്ത് കയറി കഴിഞ്ഞാൽ അത് പിന്നീട് അതിനെ ഷിഗല്ല എന്ന് പറഞ്ഞാണ് അറിയപ്പെടുന്നത്. ഹെർപ്പിസ് വൈറസിനെ അതിനെ ആക്റ്റീവ് ആകാതെ ഇനാക്റ്റീവ് ആക്കി വെച്ചോണ്ടിരിക്കാൻ ഈ ലൈസിന് കഴിയും. ഇത് സ്ഥിരം നമ്മുടെ ശരീരത്തിൽ എവിടുന്ന് കിട്ടും എന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രോട്ടീനിലുണ്ട്, നമ്മുടെ വൈറ്റമിൻസ് മിനറൽസിന്റെ ഗ്രൂപ്പിലുണ്ട്, അതുപോലെ നമ്മുടെ ഡ്രിങ്ക്സിലുണ്ട്. നമുക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റും. L-ലൈസിൻ നമുക്ക് കിഡ്സിനകത്തുണ്ട്. ന്യൂട്രിചാർജ് പ്രോട്ടീനുകളിൽ എല്ലാ അമിനോ ആസിഡും ഉണ്ടല്ലോ, അതിലൊരു അമിനോ ആസിഡാണ്. അപ്പൊ ഈ 9 അമിനോ ആസിഡ് നമ്മുടെ ശരീരത്തിൽ ചെല്ലാൻ നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ മാർഗമാണ് PVMF ശീലമാക്കുക. അതിന്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് പഞ്ചതുളസി ഡ്രോപ്സ്, കുഞ്ഞുങ്ങൾക്ക് 2 ഡ്രോപ്പ് 1 ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാം, മുതിർന്നവർക്ക് 5 ഡ്രോപ്പ്. ഇനി കുത്തിച്ചുമയോ അല്ലെങ്കിൽ ചൊറിച്ചിലോ കൂടുതലാന്ന് പറഞ്ഞിട്ട് കൂടുതൽ എടുത്ത് ഉപയോഗിക്കരുത്. ഇനി ശരീരത്തിൽ ചൊറിച്ചിലുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ നമ്മുടെ പഞ്ചതുളസി ഡ്രോപ്സ് ഒഴിച്ച് സഹിക്കാവുന്ന ചൂടിൽ മേത്ത് കോരി ഒഴിക്കാം. നല്ല പോലെ ചൊറിച്ചിലിന് വ്യത്യാസം വരും. ഓക്കെ. ഇനി മഴക്കാലമാകുന്ന സമയത്ത് എന്തുകൊണ്ട് ഹ്യൂമിഡിറ്റി കൂടുകയും ടെമ്പറേച്ചറിന്റെ വേരിയേഷൻ വരികയും ചെയ്യുന്ന സമയത്ത് ലോ ഇമ്മ്യൂണിറ്റി ഉള്ള ശരീരത്തിൽ മാത്രമേ ഇത് കടന്നുകൂടുകയുള്ളൂ. അതാണ് പ്രത്യേകിച്ചും നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് വൈറൽ ഇൻഫെക്ഷൻസ് കൂടാനുള്ള കാരണം. അടുത്തത് നമുക്ക് വൈറൽ കഫ്. ഇപ്പൊ ഒരുപാട് പേര് അഡ്മിറ്റ് ആകുന്നവരെയുണ്ട് വൈറൽ കഫ്, കുത്തിച്ചുമ. ചുമയ്ക്ക് പ്രധാന കാരണം ഈ വൈറസ് മാത്രമല്ല, ബോഡിയുടെ അസിഡിറ്റി. ഇതിനെ തിരിച്ചറിയണം. വൈറൽ കഫ് ആണോ അസിഡിറ്റി മൂലം ഉണ്ടാകുന്ന ചുമയാണോ ഇല്ലയോ എന്ന് തിരിച്ചറിയണം. എങ്ങനെ അറിയും അസിഡിറ്റി മൂലം ഉള്ളതാണോ എന്ന്? നിർത്താതെ ചുമയ്ക്കും, പെർസിസ്റ്റന്റ് ആയിട്ട് ചുമച്ച് കാരണം വയറിനകത്തു നിന്നാണ് ആ ചുമ വരിക. ഉള്ളിലുള്ള നമ്മളൊരു പുളിച്ചു തകട്ടൽ എന്ന് പറയില്ലേ, പുളിച്ചു തകട്ടി വന്നു കഴിഞ്ഞാൽ ഉള്ളിലുള്ള ശ്ലേഷ്മസ്തരങ്ങൾ മുഴുവൻ അത് ബേൺ ഔട്ട് ആയി പോകും. ഉള്ളിലുള്ള നാഡികൾ മുഴുവനും, നെർവ് എൻഡിങ്സ് എല്ലാം ഓപ്പൺ ആണ്. ഇങ്ങനെ ഒന്ന് ശ്വാസം എടുക്കുമ്പോൾ തന്നെ തൊണ്ട ഉണങ്ങുന്ന സമയത്ത് നമുക്ക് ചുമയുണ്ടാവും. അസിഡിറ്റി ആണ് ആ ചുമ ഉണ്ടാക്കിയതെന്ന് നമ്മൾ തിരിച്ചറിയില്ല. സിമ്പിൾ ആണ്. നമുക്ക് ചുമയുണ്ടെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ ആ ഒരു കോമ്പിനേഷൻ, ഒന്ന് നമുക്ക് പഞ്ചതുളസി ഡ്രോപ്സ് ശീലമാക്കാം, ചൂടുവെള്ളത്തിൽ തന്നെ കുടിക്കണം, കട്ടൻ ചായയിൽ വേണേലും നിങ്ങൾക്ക് കുടിക്കാം. പിന്നെ മഞ്ഞളും കുരുമുളകും കൂടെ ചതച്ചിട്ട് തിളപ്പിച്ച്, കുരുമുളക് ചതച്ചിട്ട് മഞ്ഞൾ, നമ്മുടെ മഞ്ഞൾ ഇടുക, അല്ലെ വീട്ടിൽ പച്ചമഞ്ഞൾ ഉണ്ടെങ്കിൽ പച്ചമഞ്ഞളായാലും കുഴപ്പമില്ല. പക്ഷെ മഞ്ഞളിനകത്ത് ബയോ ആക്റ്റീവ് കർക്കമിൻ ആഗിരണം ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന പെപ്പൈൻ നമ്മുടെ പെപ്പറിനകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ വേണമെന്ന് പറയുന്നത്. നമ്മുടെ മസാലക്കൂട്ടുകളിൽ സാധനങ്ങൾ ചുമ്മാതങ്ങ് ചേർത്തിട്ടുള്ളതല്ല, ഈ ആഗിരണം നോക്കിയിട്ടാണ് നമുക്കിതൊക്കെ വെച്ചിട്ടുള്ളത്. നാവിന് രുചി കിട്ടുന്നതിനോടൊപ്പം തന്നെ ശരീരത്തിന്റെ ആരോഗ്യവും മസാലക്കൂട്ടുകളിലൂടെ കിട്ടുന്നുണ്ട്. ഓക്കെ. പിന്നെ ഏറ്റവും ഒടുവിൽ പറയാനുള്ളത് ഇപ്പൊ ഏറ്റവും ആദ്യം പറയാം. ചുമയുള്ളിടത്ത് നമുക്ക് ടിപ്സ് ആയിട്ട് വെക്കാൻ പറ്റുന്നത് ജിഞ്ചർ ഹണി കോമ്പിനേഷൻ. നമ്മുടെ ഇഞ്ചി ചതച്ച് പിഴിഞ്ഞ് 1 സ്പൂൺ എണ്ണ, ഹണി, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത ടേസ്റ്റിനനുസരിച്ച് അതിന്റെ ചായയായിട്ട് ഉണ്ടാക്കാം. പിന്നെ നിങ്ങൾ തേയില ചായയാണ് ഉണ്ടാക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ഈ ജിഞ്ചർ പിഴിഞ്ഞൊഴിച്ച് അതിന്റെ നീരും ഹണിയും കൂടെ ആക്കാം. ഇല്ലെങ്കിൽ അല്പം ചൂടുവെള്ളം കൂടെ ചേർത്ത്, അത് നല്ല സൂതിങ് ആണ്, നല്ലതുപോലെ ചുമ കുറയാൻ കാരണമാകുന്നതാണ്. ഒരു 1 to 2 ടീസ്പൂണ്, 1-2 സ്പൂൺ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ഇഞ്ചിയുടെ ഹണിയുടെയും കോമ്പിനേഷൻ അളവ് എടുക്കാതെ, ഇച്ചിരി കൂടിപ്പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല. മറ്റൊരു കൂട്ടുണ്ട് നമ്മൾ പൊടി ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ ചുമയുടെ പൊടി. അത് ബുക്കും പെൻസിലും പേനയൊക്കെ കയ്യിലുള്ളവർ എഴുതിയെടുത്തോളുക. ചായ മസാല 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കായം 1 നുള്ള്, കുരുമുളക് പൊടി 1 നുള്ള്. ചിലർക്ക് 1 നുള്ള് പോരെ, ഇച്ചിരി കൂടുതൽ ഇടണം എന്ന് തോന്നും, പുകയുന്നേ ഉള്ളൂ, അത് അവരവരുടെ ഇഷ്ടം പോലെ. നോർമലി 1 നുള്ള്. ജീരകം പൊടിച്ചത്, ജീരകം ചെറുതായിട്ട് ചൂടാക്കി പൊടിച്ചത് വേണം, 1 ടീസ്പൂൺ.
നമ്മളുടെ ജൈവ ശർക്കര, അത് എവിടുത്തേതാണേലും ജൈവ ശർക്കര ആയിരിക്കണം. ഈ ഉണ്ട ശർക്കര നമുക്ക് കിട്ടുന്നത് ജൈവമായിരിക്കില്ല. അത് ചോദിച്ച് വാങ്ങിക്കുക. ജൈവ ശർക്കര ഉള്ളിടമുണ്ട്. അത് 1 ടീസ്പൂൺ. തിപ്പലി പൊടിച്ചു വെക്കുക. തിപ്പലി നല്ലപോലെ വെയിലത്തുണങ്ങി ആ ഉണങ്ങി തണുക്കുന്നതിന് മുമ്പ് അത് പൊടിച്ചാൽ നന്നായിട്ട് പൊടിച്ചു കിട്ടും. അതിൽ 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ ഒരുപോലെ മിക്സ് ചെയ്ത് എയർ ടൈറ്റ് ആക്കി ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ കണ്ടെയ്നറിൽ വെക്കുക. പ്ലാസ്റ്റിക് കഴിവതും ഉപയോഗിക്കാതിരിക്കുക. എന്നിട്ട് ചുമ തോന്നുമ്പോഴോ അല്ലെങ്കിൽ ഇടയ്ക്ക് അത് ഒരു നുള്ള് വായിലിട്ട് അലിയിച്ചലിയിച്ചിറക്കുക. അതിന്റെ മണ്ടയ്ക്ക് വെള്ളം കുടിക്കരുത്. പ്രത്യേകം ഓർക്കുക, അതിന്റെ മണ്ടയ്ക്ക് പിന്നെ വെള്ളം കുടിക്കരുത്. അതുപോലെ തന്നെ സഞ്ജീവനി പ്രാശ് എന്ന് നേരത്തെ പേരുള്ള ത്രികാര പ്രാശാവലേഖ്, ഇത് രാവിലെയോ വൈകിട്ടോ എപ്പോഴാണ് നിങ്ങൾ ആഹാരം കഴിച്ചു കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ഒന്നും കഴിക്കില്ല എന്ന് ഉറപ്പുള്ളത് ആ സമയത്ത് 1 ടീസ്പൂൺ എടുത്ത് നാവിലിട്ട് അലിയിച്ച് ഇറക്കുക. അതിന്റെ ആ ഒരു കംഫർട്ട് കംപ്ലീറ്റ് നമ്മളുടെ ശ്വസന വ്യവസ്ഥയിൽ അത് കിട്ടും. നല്ല കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഇൻഫെക്ഷൻ ഒന്നും ഉള്ളിലോട്ട് പോകാതെ ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ട് നമുക്ക് അതിനെ ഉപയോഗിക്കാം. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്. അതിന് വേറെയും പല ഗുണങ്ങൾ ശരീരത്തിൽ കിട്ടും. സാധാരണഗതിയിൽ ഉണ്ടാവുന്ന ചുമ, പനി, ജലദോഷം, കഫക്കെട്ട്, ഒരു ഫ്ലൂ എന്ന് നമ്മൾ പറയും. ഫ്ലൂ വൈറൽ ആയിരിക്കാം. അത് COVID-19 എന്നും ആ വൈറസിന് പേരുണ്ട്. ഇങ്ങനെ ഈ ഒരു ലക്ഷണം തരുന്ന വൈറസിന് COVID-19 എന്നും പേരുണ്ട്. അതുപോലെ തന്നെ കോമൺ കോൾഡ്, അതിനിപ്പോ നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. മൂക്കൊലിപ്പ്, ജലദോഷമുണ്ട്. ജലദോഷം 2 ദിവസം കഴിയുമ്പോൾ ചെവി വേദന ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് കുറച്ചും കൂടെ വിറുലൻസ് കൂടി, അല്ലെങ്കിൽ രോഗം ഉണ്ടാക്കാൻ കുറച്ചും കൂടെ അധികം, ഒരു വൈറസ് കയറി 1 കോടി വൈറസ് ആകും. മീൻസ് വിറുലൻസ് കൂടുക എന്ന് പറഞ്ഞാൽ ഒരുപാട് വൈറസുകൾ പെരുകിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഘട്ടത്തിൽ നമുക്ക് പെട്ടെന്ന് അത് ശരിക്കും ശരീരത്തിന്റെ പ്രതിരോധമാണ്, സ്വയം രക്ഷിക്കാൻ ചെയ്യുന്നതാണ്. ഉള്ളിലേക്ക് കടക്കാതിരിക്കാൻ യൂസ്റ്റേച്ചിയൻ ട്യൂബ് ബ്ലോക്ക് ആക്കി വെക്കുക. അപ്പൊ നമുക്ക് ഭയങ്കര ചെവി വേദന ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ കോമൺ കോൾഡിന്റെ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഗിലോയ് തുളസി 1 ഔൺസ് 1 ഗ്ലാസ് ചൂടുവെള്ളം, മീൻസ് ഇരട്ടി ചൂടുവെള്ളം. അന്നേരം ഒരു 30 ml ഗിലോയ് തുളസിയും 60 ml ചൂടുവെള്ളവും ചേർത്തിട്ട് ഒരു 2 തുള്ളി പഞ്ചതുളസിയും കൂടെ ഒഴിച്ച് അത് നമുക്ക് രാവിലെ വൈകിട്ടും കഴിക്കാം. നമ്മളെ ഈ ചെവി വേദന, പനി, ജലദോഷം, കഫക്കെട്ട്, നീർവീഴ്ച എങ്ങനെയുണ്ടെങ്കിലും നമുക്ക് ആ ഒരു കോമൺ കോൾഡ് സമയത്ത് ഓടിപ്പോയി ഹോസ്പിറ്റലിൽ പോയി കൺസൾട്ടേഷൻ ഫീസും കൊടുത്ത് ബ്ലഡും ചെക്ക് ചെയ്ത് അവസാനം പാരസെറ്റമോളും വാങ്ങിച്ച് ആന്റി ഹിസ്റ്റമിൻ അവിലും വാങ്ങിച്ച് പോരുന്നതിലും എത്രയോ നല്ലതാ. അവില് കഴിച്ചു കഴിഞ്ഞാല് കുറച്ചു നേരത്തേക്ക് മന്ദത പിടിച്ച് നടക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വായെല്ലാം ഡ്രൈ ആകും. വെള്ളം കൂടുതൽ കുടിക്കാൻ തോന്നും. പ്രത്യേകം കാര്യം ഓർക്കേണ്ടത്, ഇങ്ങനെയുള്ള അവസരത്തിൽ ഷുഗർ വളരെ കുറച്ച് ഉപയോഗിക്കുക. ഷുഗർ ഉപയോഗിക്കാതിരിക്കാമെങ്കിൽ ഏറ്റവും നല്ലത്. കട്ടൻ കാപ്പി കുടിക്കാം. അത് നമുക്ക് ഒരു എനർജിയും കിട്ടത്തില്ല, പക്ഷെ നമുക്കൊരു ചൂട് കിട്ടും. ശരീരത്തിലേക്ക് ഒരു 0 എനർജി, വെള്ളം കുടിച്ചതുപോലെയുള്ളൂ. എന്നാൽ ടേസ്റ്റ് മാറി നമ്മൾ കുടിക്കാനും പറ്റും. അതാണ് കാപ്പിയുടെ മെച്ചം. ആ കാപ്പിക്കകത്ത് വേണം പഞ്ചതുളസി ഒഴിച്ച് കുടിക്കാം. പിന്നെ അത് മൂത്ത് വന്നു കഴിയുമ്പോൾ സ്പ്യൂട്ടം ഉണ്ടാകും, കഫം ഉണ്ടാകും. കഫം ഉണ്ടായി കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കണം. കഫം വെള്ള കളറാണോ, പതഞ്ഞു പോകുന്നുണ്ടോ? പതഞ്ഞു പോകുക എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ആ ഇൻഫെക്ഷന്റെ റേറ്റിനെയും ഇൻഫെക്ഷന്റെ രീതിയെയും അതുണ്ടാക്കിയ വൈറസിനെയും ഒക്കെ തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് ഇത് നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു ഡോക്ടറിനെ സമീപിക്കുകയാണെങ്കിൽ പോലും പതഞ്ഞാണോ പോകുന്നത് അല്ലാതെയാണോ ഇത് നമ്മൾ പറയണം. നമ്മുടെ കഫം നമുക്കേ അറിയുള്ളൂ. ഇനി നോർമലി അതിന് കളറില്ല, വൈറ്റ് ആണ്, ഓക്കെ, സാരമില്ല, റെസ്റ്റ് എടുത്താൽ മതി. മെയിൻ ആയിട്ടും റെസ്റ്റ് എടുക്കുക, ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളം കൊടുക്കുക, ഹൈഡ്രേഷൻ. വിശന്നാൽ മാത്രം ഭക്ഷണം കഴിക്കുക. അതും ഏറ്റവും ലൈറ്റ് ആയിട്ട്, ദഹനം അധികം വേണ്ടാത്ത രീതിയിലുള്ളത്. പാൽ ഉപയോഗിക്കുകയേ ചെയ്യരുത്. ഒന്നും കഴിച്ചില്ലല്ലോ, ഇച്ചിരി പാല് കുടിക്കുക എന്ന് പറഞ്ഞാൽ പാല് വേണ്ട. മോരും വെള്ളം കുടിക്കാം. ഒരുപാട് തണുപ്പില്ലാത്ത, ഒരുപാട് പുളിയില്ലാത്ത, വെയിലുള്ള സമയത്ത്. ഓക്കെ. പിന്നെ നമുക്ക് സ്പ്യൂട്ടമായി കഴിഞ്ഞാൽ, കഫമായി കഴിഞ്ഞാൽ ആ വെള്ളയിൽ നിന്ന് ഗ്രാജ്വലി മഞ്ഞയിലേക്ക് പോകുമ്പോൾ ഷുവറായി നമുക്ക് ആന്റിബയോട്ടിക്കിന്റെ വക്കിൽ നമ്മൾ എത്തി നിൽക്കുന്നു എന്ന്. അതിലേക്ക് പോകാൻ അനുവദിക്കാതെ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ഈ പറഞ്ഞ രീതിയിൽ ശരീരത്തിന് റെസ്റ്റ് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൊടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ 2-3 ദിവസം കൊണ്ട് അതങ്ങ് മാറും. ഇനി മാറിയില്ല, മഞ്ഞയായെങ്കിൽ ഉറപ്പായിട്ടും ഇൻഫെക്ഷൻ ആയി, ആന്റിബയോട്ടിക്കിന്റെ ആവശ്യമുണ്ട്. പിന്നീട് അത് പിസ്ത പച്ച കളറ്, അത് കുറെ കൂടെ വഷളായ ലെവലിലേക്ക് പോകും. അപ്പൊ നമുക്ക് ആന്റിബയോട്ടിക് ഇല്ലാതെ അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല. കാരണം അതിന് പിന്നെ ആന്റിബയോട്ടിക് എടുത്തില്ലെങ്കിൽ ന്യൂമോണിയ ഉണ്ടാവും. തലയിലേക്ക് എവിടെ വേണേലും ഇൻഫെക്ഷൻ പടരാനുള്ള സാധ്യതയുണ്ട്.
ആക്ച്വലി ഒരു വൈറൽ ഇൻഫെക്ഷൻ ആയിട്ട് വന്ന ചുമയ്ക്ക്, പനിക്ക് ഒരു ആന്റിബയോട്ടിക്കും ആവശ്യമില്ല. പിന്നെ ഇത് മാറാൻ കംപ്ലീറ്റ് ഇപ്പൊ കാണുന്ന എന്നാന്ന് വെച്ചാൽ ചുമ തുടങ്ങിയാൽ ഒരു 3 ആഴ്ചത്തേക്ക് ഒരു സമാധാനം ഇല്ലാതെ ചുമച്ചോണ്ടേയിരിക്കും, ഇല്ലേ? അതുകൊണ്ട് അതിനെ നിർത്താൻ വേണ്ടിയിട്ട് പോയിട്ട് ആരും ആന്റിബയോട്ടിക് ചോദിച്ച് വാങ്ങിക്കരുത്. അതിന് ഇത്തിരി സമയം എടുക്കുമെന്ന് നമ്മളൊന്ന് ഉൾക്കൊണ്ടാൽ മതി. ഇതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് റെസ്റ്റ് ആണ് ഏറ്റവും പ്രധാനം. ശരീരത്തിന് റെസ്റ്റ് കൊടുക്കുക, വെള്ളം ആവശ്യത്തിന് കൊടുക്കുക. പിന്നെ കഫ് സപ്രസന്റ് എന്ന് പറയുന്നത്, അത് ഇംഗ്ലീഷ് മരുന്നാണ്. കഫ് സപ്രസന്റ് എന്ന് പറയുന്നത് ചുമയെ അടിച്ചമർത്തുക. അതിന് പറ്റിയതാണ്. മരുന്നിലേക്ക് പോകണ്ട. ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ, ജിഞ്ചർ ഹണി കോമ്പിനേഷൻ, അതുപോലെ തന്നെ ചായ മസാല കോമ്പിനേഷന്റെ പൗഡർ നമുക്ക് കഫ് സപ്രസന്റ് ആണ്. നമുക്ക് അത് ഉപയോഗിച്ചാൽ മതി. പഞ്ചതുളസി ഉപയോഗിക്കാം, ഗിലോയ് തുളസി ഉപയോഗിക്കാം. പിന്നെ കഫ് എക്സ്പെക്ടോറന്റ്, കഫമായി കഴിഞ്ഞാൽ കെട്ടിക്കിടക്കാതെ കഫം പുറത്തു കളയാൻ, അതിനും നമുക്ക് പഞ്ചതുളസി മതി. കെട്ടിക്കിടക്കുന്ന കഫം മുഴുവൻ പോരും ചൂടുവെള്ളത്തിൽ പഞ്ചതുളസി കുടിച്ചു കഴിയുമ്പോ. അപ്പൊ പിന്നെ നമ്മൾ മരുന്നിന് ഓടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ ഇത് വെച്ചോണ്ടിരുന്ന് ഒന്നും ചെയ്യാതെ തന്നെ വന്നല്ലേ തന്നെ പോട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ ചിലപ്പോൾ അത് കൊണ്ടെത്തിക്കുന്നത് ന്യൂമോണിയയിലായിരിക്കും, ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്ന സംഭവത്തിലായിരിക്കും. കാരണം ശ്വസന കുഴലുകളിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകും. ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞാൽ ബ്രോങ്കിയലിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവുക ശ്വസന കുഴലുകളിൽ. പിന്നെ അതുകൂടാതെ ഇതിന്റെ ന്യൂട്രീഷൻ സപ്ലിമെന്റ് എന്തൊക്കെ ചെയ്യാം? വൈറ്റമിൻ സി വേണം, സിങ്ക് വേണം. ഹണി ജിഞ്ചർ കോമ്പിനേഷനിൽ ശരീരത്തിൽ ആവശ്യമുള്ള മറ്റ് മൈന്യൂട്ട് ട്രേസ് എലമെന്റ്സും കൂടി ഉണ്ട്. അതെല്ലാം ഒന്നും നമുക്ക് സയൻസിന്റെ ആവശ്യമില്ല. പക്ഷെ ഹണി ജിഞ്ചർ ഹെൽപ്പ് ചെയ്യും. അത് ചുമയെ സൂത്ത് ചെയ്യാൻ, നല്ല കംഫർട്ടിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. ആന്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് ഉണ്ട്. ഈ ഹണി ജിഞ്ചർ പേസ്റ്റ് വെള്ളം ഉണ്ടാക്കുമ്പോൾ ഒരു നുള്ളു മഞ്ഞളും കൂടെ ഇട്ടാൽ സൂപ്പറാണ് കേട്ടോ. ദെൻ സ്റ്റേ ഹൈഡ്രേറ്റഡ്. തണുപ്പുള്ള യാതൊരു സാധനങ്ങളും ഉപയോഗിക്കാതിരിക്കുക. ബോഡി ടെമ്പറേച്ചറിലെങ്കിലും ഉള്ള സാധനങ്ങൾ, അതിൽ താഴ്ന്ന ടെമ്പറേച്ചറിൽ അതൊന്നും കഴിക്കാതിരിക്കുക. ചൂടോടെ കഴിക്കാൻ പറ്റുന്നെങ്കിൽ കഴിക്കുക, പക്ഷെ ഓവർ ചൂടാവരുത്. ഏറ്റവും ബെസ്റ്റ് എന്താണെന്നറിയോ? ഗുഡ് സിപ്പ് ശീലമാക്കുക. ഇതെല്ലാം ഈ പറഞ്ഞ സാധനം എല്ലാം അതിനകത്തുണ്ട്. ചൂട് വെള്ളത്തിൽ ഗുഡ് സിപ്പ് ഉണ്ടാക്കുക. ഗുഡ് സിപ്പ് ഒഴിച്ച് തിളപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ഗുഡ് സിപ്പിനകത്ത് നമുക്ക് ആ ഒരു പൗഡർ, ഒരു സാഷേ എന്ന് പറയുന്നത് 250 മില്ലി വെള്ളത്തിന്, അതായത് ഒരു കോഫി മഗ്ഗിനകത്ത് വെള്ളം ഒഴിച്ചാൽ ഒരു കംപ്ലീറ്റ് സാഷേ അതിനകത്ത് പോകും. ഇനി അത്രയും വെള്ളം വേണ്ട എങ്കിൽ ഒരു ഗ്ലാസ് മാത്രം മതിയെങ്കിൽ അതിന്റെ നേർ പകുതി എടുക്കുക. കറക്റ്റ് ടേസ്റ്റ് ആയിരിക്കും. ഇനി കുറെ വെള്ളത്തിനകത്ത് ഒരു ഗുഡ് സിപ്പ് കലക്കിയൊക്കെ ആൾക്കാർ കൊണ്ടുവരാറുണ്ട്. വായിക്കൂടല്ലേ ഇറക്കണ്ടേ, ഒരു ടേസ്റ്റ് വേണ്ടേ അതിന്? ആ ടേസ്റ്റ് ഉണ്ടാവില്ല. അതിന് ഉദ്ദേശിച്ച ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുടിക്കാൻ എളുപ്പമാണ്. പുതിയൊരാളിനെ നമ്മൾ ടേസ്റ്റ് ചെയ്യിപ്പിക്കുക, അയ്യേ ഇതെന്താ, ഇതാണോ ഗുഡ് സിപ്പ്? ആ ഇംപ്രഷനെ പോകും. അതുകൊണ്ട് കറക്റ്റ് കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നെങ്കിൽ ആ ഗുഡ് സിപ്പിന്റെ പകുതി ഇടുക. ഒരു മഗ് വെള്ളത്തിലേക്കാണ് അതുള്ളത്. പക്ഷേ ഗുഡ് സിപ്പ് അങ്ങനെ തുറന്നു വെച്ചാൽ അത് കട്ടയായി പോകും. അതുപോലെ തന്നെ അതിന്റെ ആ കറുത്ത പാക്കറ്റിൽ നിന്ന് പുറത്ത് നമ്മൾ ഒരു സാഷേ 2 സാഷേ വാങ്ങിച്ച് നമ്മൾ എവിടെയെങ്കിലും അലക്ഷ്യമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതിനകത്ത് അത് കട്ടി പിടിച്ചു പോകും. ഒരിക്കലും അതെടുത്ത് എറിഞ്ഞു കളയേണ്ട ആവശ്യമില്ല. അതിന്റെ നേച്ചർ അതായതുകൊണ്ടാണ്. അതിനെ കീറിയെടുക്കുക, ചൂടുവെള്ളത്തിലോട്ട് ഇടുക, കലക്കുക, കുടിക്കുക. അത് ദോഷമില്ല. അതിനകത്ത് ഒന്നും മാറ്റം വരുന്നില്ല. അത് അലിഞ്ഞു തീർന്ന് നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഡേറ്റ് കഴിഞ്ഞില്ല എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ. അടുത്ത 3-ാമത്തെ കാര്യമാണ് ജോണ്ടിസ്, മഞ്ഞപ്പിത്തം. മഞ്ഞപ്പിത്തം ഒരു ലക്ഷണം മാത്രം, രോഗലക്ഷണമാണ് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്. എന്താ നമ്മൾ അങ്ങനെ പറയുന്നത്? ശരീരത്തിൽ കണ്ണ് വെളുത്ത ഭാഗമൊക്കെ മഞ്ഞച്ചിരിക്കും, ചിലപ്പോൾ നഖം വരെ മഞ്ഞച്ചിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചൊറിച്ചിലുണ്ടായിരിക്കും, ഛർദില്, വയറുവേദന, ഓക്കാനം, പനി, ശരീരം മുഴുവൻ വേദന, എന്ത് വേണേലും കാണാം. രോഗലക്ഷണം രോഗികളെ ഡിപ്പെൻഡ് ചെയ്യും, സബ്ജക്റ്റീവാണ്. അപ്പൊ ഇതിന് കാരണം മഞ്ഞപ്പിത്തം ഉണ്ടാവാൻ അതും ഒരു വൈറസാണ്. പക്ഷെ നമ്മൾക്ക് എത്ര മഞ്ഞപ്പിത്തം അറിയാം? കാരണം എന്താണെന്നറിയോ? വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടായാൽ മഞ്ഞപ്പിത്തം ഉണ്ടാവാം. അനി അതുകൂടാതെ മഞ്ഞപ്പിത്തം ഉണ്ടാക്കുന്ന സാധനമാണ് ആൽക്കഹോൾ. മഞ്ഞപ്പിത്തം ഉണ്ടാക്കുന്നത് ലിവറിന് ഇൻഫ്ലമേഷൻ ഉണ്ടായി കഴിയുമ്പോൾ ശരീരത്തിൽ അതിന്റെ ലക്ഷണം കാണിക്കുന്നതിലാണ് മഞ്ഞ എന്ന് പറയുന്നത്. രണ്ടാമത് മഞ്ഞപ്പിത്തം ഉണ്ടാവാൻ മറ്റൊരു കാരണം ബിലിറൂബിൻ റേറ്റ് കണ്ടമാനം. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ബൈൽ സെക്രീഷൻ കഴിഞ്ഞിട്ട് അതിന്റെ നോർമൽ സർക്കുലേഷൻ നടക്കാതെ ബ്ലോക്കായി പോകുന്ന ഒരു കണ്ടീഷനാണത്. അപ്പൊ രക്തത്തില് ബൈല് കാണുക അല്ലെങ്കിൽ പിത്തം കാണുക, അതാണ് മഞ്ഞപ്പിത്തം.
മരുന്നുകളുടെ സൈഡ് എഫക്റ്റിനകത്ത് TBക്ക് കൊടുക്കുന്ന റിഫാംബിസിൻ എന്ന് പറയുന്ന മരുന്ന്, ഞാൻ പറയുന്നത് ഞാൻ അനുഭവിച്ചതാണ് പറയുന്നത്. റിഫാംബിസിൻ കഴിച്ചു കഴിഞ്ഞാൽ ലിവറിന് ഇൻഫെക്ഷൻ ഉണ്ട്, ലിവറിന് അത് ടോളറേറ്റ് ചെയ്യാത്തതാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മഞ്ഞപ്പിത്തം ഉണ്ടാവും. ഞാൻ ചത്തുപോയി ചിരിച്ചു വന്നതാ റിഫാംബിസിൻ കഴിച്ചിട്ട്. ഹൈ ആയിട്ട് മഞ്ഞപ്പിത്തം, ഇതൊക്കെ മഞ്ഞയായിരുന്നു കണ്ണൊക്കെ. അതുപോലെ തന്നെ ചില മരുന്നുകളുടെ കോംപ്ലിക്കേഷൻ, ഒരുപാട് മരുന്നുകളുണ്ട്. ഇപ്പൊ ചില മരുന്ന് തരുമ്പോൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഒക്കെ നോക്കിയിട്ടാണ് കൊടുക്കാറ് ഡോക്ടർമാര്. എന്തിനാണ്? ബേസിക്കലി ഇയാളിന്റെ ലിവർ ഫംഗ്ഷൻ കറക്റ്റ് ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അത് മരുന്ന് എടുത്തു കഴിഞ്ഞിട്ട് എന്തെങ്കിലും അതിനോടനുബന്ധിച്ച് ലക്ഷണങ്ങൾ പറഞ്ഞാൽ അവർ ആ ടെസ്റ്റ് രണ്ടാമത് ചെയ്യും. ആദ്യത്തേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഈ മരുന്ന് കാരണമാണ്, അപ്പൊ ആ മരുന്ന് നിർത്തും, അല്ലെങ്കിൽ ഡോസ് കുറയ്ക്കും, എന്തെങ്കിലും ചെയ്യും കംഫർട്ടായിട്ട്. അപ്പൊ കാരണം, മൂന്നാമത്തെ കാരണം ആൽക്കഹോളും ഇതേ കാരണത്താൽ ലിവറിനെ ഡാമേജ് ചെയ്ത് കഴിയുമ്പോൾ ലിവറിന് നോർമലായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ മഞ്ഞപ്പിത്തം ഉണ്ടാകും. ഇതൊരു രോഗ ലക്ഷണമാണ്. ഇനി വൈറസ് ആണെന്നുണ്ടെങ്കിൽ, വൈറസിന് പേരുണ്ട്. വൈറസ് ഇപ്പൊ ഇവിടെ നമുക്ക് ആലുവ, മുപ്പത്തടം ഭാഗം, കോഴിക്കോട്, എനിക്ക് സ്ഥലപ്പേരറിയില്ല, കോഴിക്കോട് കുറച്ച് സ്ഥലങ്ങള്, കാസർഗോഡ് കുറച്ച് സ്ഥലങ്ങള്, ഇവിടെ നിന്നൊക്കെ എനിക്ക് വിളി വരുന്നുണ്ട്, അതുകൊണ്ടാണ് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നത്. ഇവിടെയൊക്കെ മഞ്ഞപ്പിത്തം ഉണ്ട്. ഈ മഞ്ഞപ്പിത്തം ഒക്കെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയും. മഞ്ഞപ്പിത്തം എ ടൈപ്പ്. പേടിക്കാനില്ല, അത് സെൽഫ് ലിമിറ്റിംഗ് ആണ്, അത് സ്വയം മാറും. അതിനൊരു കാരണമുണ്ട്. അതിന് പറയുന്നത് ഫീക്കൽ ഓറൽ റൂട്ട്, അതായത് അൺഹൈജീനിക് ആയിട്ട് കൈ വൃത്തിയായിട്ട് കഴുകാതിരിക്കുകയും ആ കൈ കൊണ്ട് ആഹാരം കഴിക്കുകയും ശരീരം ചൊറിഞ്ഞ് എങ്ങനെയൊക്കെ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ബാത്റൂമിൽ ടോയ്ലറ്റ് ഉപയോഗിച്ചിട്ട് കൈ ഉപയോഗിച്ച് കഴുകുന്നു, ആ കൈ പിന്നെ സോപ്പ് ഉപയോഗിച്ച് കഴുകാതെ അതേ കൈയും കൊണ്ട് നടക്കണു. ഇത് കഴിക്കുന്ന ആ ഒരു വ്യക്തി മാത്രമല്ല, ഹോട്ടലുകളിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന, പാകം ചെയ്യുന്ന ആൾക്കാര്, അവര് ചൊറിയും, അവര് കൈ കഴുകത്തില്ല, അവർ അതേ കൈ കൊണ്ട് ആഹാരം പാകം ചെയ്യും. അവർ ഇൻഫെക്റ്റഡ് ആണെങ്കിൽ ആ ഇൻഫെക്ഷൻ എല്ലാവർക്കും സെർവ് ചെയ്യും ഫ്രീ ആയിട്ട്. ആ ഇൻക്യുബേഷൻ പീരീഡ് കഴിയുമ്പോൾ ഇത് സംഭവിക്കും. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ മുമ്പിൽ വരുന്ന ഭക്ഷണത്തിന്റെ ആ ഒരു ഭംഗിയും ആ ഒരു ടേസ്റ്റും മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. അതുകൊണ്ടാണ് ഹോട്ടൽ ജീവനക്കാർക്ക് പ്രത്യേകമായിട്ട് നിയമങ്ങളുണ്ട്. അവർ വാക്സിനേറ്റഡ് ആയിരിക്കണം, അവർ ആഹാരം പാകം ചെയ്യുന്നിടത്ത് അവർ തലയില് തലമുണ്ടിട്ടിരിക്കണം, അല്ലെങ്കിൽ മുടി വെതറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, കയ്യിൽ ഗ്ലൗസ്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ എത്രയൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഹോട്ടലുകളിൽ മലയാളികളല്ലല്ലോ കുക്ക് ചെയ്യുന്നത്. മറ്റുള്ളവര് എത്ര അൺഹൈജീനിക് ആയിട്ട് ഉണ്ടാക്കി തന്നാലും അമൃത് പോലെ നമ്മൾ ഭക്ഷിക്കും. അപ്പൊ ഇതാണ് ഒരു റൂട്ട്. രണ്ടാമത്തേത്, ഹൈജീനിക് അല്ലാത്ത റോഡ് സൈഡിലൊക്കെ നമ്മൾ വെള്ളങ്ങള്, ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു റീലില് ഒരാള് പറയുന്നത് ഇതാണ്, ഇപ്പൊ ഒരു ലോറി എന്നെ കടന്നു പോയി, പലരും കണ്ടിട്ടുണ്ടാവാം, എനിക്കത് കണ്ടിട്ട് വല്ലാത്ത വിഷമം തോന്നി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ ലോറിക്കകത്ത് നിറച്ചും ഡ്രിങ്ക്സ് ആണ്. 10 രൂപയ്ക്ക് ഷോപ്പുകളിൽ കിട്ടുന്ന ഡ്രിങ്ക്സ്, പഞ്ചസാരയും എവിടുന്നോ കുഴിയിലുള്ള വെള്ളവും, കുറച്ച് കളറും മാത്രമേ ഉള്ളൂ, പേര് പലതാണ്. ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിക്കുന്നതാണ്, നമ്മൾ കഴിക്കുന്നതാണ്. ഇതൊക്കെ പോകുന്ന പട്ടണങ്ങളെക്കാൾ കൂടുതൽ ഗ്രാമങ്ങളിലാണ്. ഫാസിനേറ്റഡ് ആയിട്ട് ആൾക്കാരുടെ ഉള്ളിലേക്ക് ആഗ്രഹം ജനിപ്പിച്ച് പരസ്യത്തിലൂടെ കാണിച്ച് ആ വെള്ളം കുടിക്കുമ്പോൾ അത് എവിടുത്തെ വെള്ളമാണെന്ന് നമ്മൾ അറിയോ? സിപ്പപ്പ്, നാലിയിലെ വെള്ളം എടുത്ത് സിപ്പപ്പ് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സിപ്പപ്പ് ആരുടെ കൈ കണ്ടാലും ഞാൻ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒത്തിരി വർഷം മുമ്പാണ്. ഒരു ഹൈജീനും ഇല്ലാതെ ഐസ്ക്രീം, ഈ ചില ഐസ്ക്രീമുകൾ കൊണ്ടുവന്ന് ആ കാലത്ത്, ഇപ്പം പിന്നെ അങ്ങനെയൊന്നും അല്ല, ഇപ്പം കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഉണ്ടാക്കുന്നതുണ്ട്. ഒരുപാട് ഹൈജീനിക് ആയിട്ട് ഫുഡ് ഹൈജീൻ പാലിച്ചുകൊണ്ട് വേണം ഇതൊക്കെ ഉണ്ടാക്കണം, നിയമമൊക്കെ ഉണ്ട്. അപ്പം ഓറൽ ഫീക്കൽ എല്ലാവർക്കും മനസ്സിലായി കാണും. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ ജനനിബിഡമായ ഭാഗങ്ങളിലെ കിണറുകളിലെ വെള്ളം, കുളങ്ങളിലെ വെള്ളം കുടിക്കാൻ യോഗ്യമാണെന്ന് പരിശോധിച്ച് ഉറപ്പാക്കുക. ഈക്കോളൈ ഉണ്ടാവും. അവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം, അടുത്തടുത്ത് വീടുകളും അടുത്തടുത്ത് എന്താ പറയാ ബാത്റൂം വേസ്റ്റ്, ടോയ്ലറ്റ് വേസ്റ്റുകൾ പോകുന്നതും വെള്ളവുമായിട്ടുള്ള ദൂരം കുറവാണെങ്കിൽ കക്കൂസ് വേസ്റ്റിനകത്തുനിന്ന് വരുന്ന ബാക്ടീരിയ വെള്ളത്തിലുണ്ടാവും. അത് കുടിക്കാൻ യോഗ്യമല്ല എന്ന്, കണ്ണുനീര് പോലെ തെളിഞ്ഞ വെള്ളം ആയതുകൊണ്ട് കാര്യമില്ല, അതിനകത്ത് കോളിഫോം ബാക്ടീരിയ ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട്. നമ്മുടെ കിണറാണ്, നമ്മുടെ മുറ്റമാണ്, ആ വെള്ളം ഒന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്.
അപ്പൊ ഇത് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളം കുടിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഒന്ന് പറഞ്ഞു വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ. രണ്ടാമത് ബി. ബി കിട്ടുന്നത് എങ്ങനെയാണ്? സൂചികൾ വഴിയാണ് കിട്ടുന്നത്. സൂചി എന്ന് പറഞ്ഞാൽ ഒരാൾ ഉപയോഗിച്ച സൂചി മറ്റൊരാൾ ഉപയോഗിക്കാം. പണ്ടത്തെ കാലമല്ല, ഇപ്പൊ ഡിസ്പോസിബിൾ ആണ്. എന്നാൽ പോലും ചില സ്ഥലങ്ങളിൽ സൂചി മാറാറില്ല. അതുപോലെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കംപ്ലീറ്റ് ടെസ്റ്റും ചെയ്യാതെ എമർജൻസിയിൽ നടത്തുന്ന ട്രാൻസ്ഫ്യൂഷൻ, ജസ്റ്റ് ഗ്രൂപ്പ് മാത്രം നോക്കും, ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ട് ടെസ്റ്റ് ചെയ്യാതെ കൊടുക്കുന്ന ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എനിക്കറിയാം. ഒരുപാട് പേരെ അറിയാം. ആക്സിഡന്റലി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തിട്ട് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബി വന്നിട്ട് ഭാര്യയെ കൂടെ ഇൻഫെക്റ്റഡ് ആക്കി. സെക്ഷുവലി ട്രാൻസ്മിറ്റിംഗ് ആണ് ഇത്. മ്യൂക്കസ് മെമ്മറൈൻ വഴിയാണ് ഇത് കയറുന്നത്. ബ്ലഡിലൂടെയാണ് ഇത് പകരുന്നത്. ബോഡി ഫ്ലൂയിഡ് വഴിയാണ് ഇത് പകരുന്നത്. അതാണ് ടൈപ്പ് ബി എന്ന് പറയുന്നത്. യൂഷ്വലി ഇതൊരു 6-8 മാസത്തിനുള്ളിൽ ഇത് ക്യൂർ ആവേണ്ടതാണ്. HbS-Ag പോസിറ്റീവ് എന്നാണ് ഇത് പറയുക ശരിക്കും. ചിലരിലെങ്കിലും അത് അവിടെ കിടക്കും. അത് ഭയങ്കര അപകടമാണ്. അവർക്ക് ഹെപ്പറ്റൈറ്റിസ് സി ഇവിടെ വേണമെങ്കിൽ ഉണ്ടാവാം. AI, BI, CI. സി എങ്ങനെയാ വരുന്നത്? ഇതുപോലെ തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ബോഡി ഫ്ലൂയിഡ് നമ്മുടെ, എനിക്ക് ഡയറക്റ്റ് അറിയാവുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി ഉണ്ടായിരുന്ന ഒരാൾ ക്രോണിക് ഇൻഫെക്ഷൻ ആയിട്ട് അത് മാറും. ഒരു കാലത്തും അത് ക്യൂർ ആയിട്ട് മാറാത്ത ചില ആൾക്കാരില് സി കൂടെ ഉണ്ടാവും, പക്ഷെ അറിയില്ല. അവരുടെ ജീവിതത്തിൽ നമ്മൾ കാണുമ്പോൾ അവരെ തിരിച്ചറിയില്ല. ഒരു പ്രൊസീജിയർ ചെയ്യാൻ ഒരു ഡോക്ടർ ബ്ലാഡറിലാണ്, യൂറിനറി ബ്ലാഡറിലായിരുന്നു. കത്തി വെച്ചതും ബ്ലാഡറിൽ എന്താ ഉണ്ടാവുക? യൂറിൻ ഉണ്ടാവും. നേരെ സ്പ്ലാഷ് ചെയ്തു. പ്രൊട്ടക്റ്റീവ് ഐവെയർ ഉണ്ടാവണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടും അത് നിർബന്ധം പിടിക്കാതെ, ഞാൻ കരണ്ടുമാന്മാരെ കരണ്ടടിക്കില്ല എന്ന് പറയുന്ന അഹങ്കാരം പറയുന്നത് പോലെ ഒരാളായിരുന്നു. എനിക്ക് ഇതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ എൻ്റെ ഇടത് കൈയുടെ പണി എന്ന് പറയുന്ന പോലെ നൈഫ് വെച്ചതും യൂറിൻ സ്പ്ലാഷ് ചെയ്തു, കണ്ണിൽ പോയി. ഹെപ്പറ്റൈറ്റിസ് സി അദ്ദേഹത്തിലേക്ക് കയറുകയാണെന്ന് മനസ്സിലായില്ല. നീണ്ട 2 വർഷത്തെ ചികിത്സയ്ക്ക് ശേഷം അത് കൺവേർട്ടായി. സ്റ്റിൽ ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ്. ആ ഒരു സാധനം ശരീരത്തിൽ ഒരണുവെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ സിറോസിസ് ലിവർ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് പോകും. അതായത് ഒരു അറ്റം മുതൽ ലിവർ തീർന്നു വരും. അവിടെയും മഞ്ഞപ്പിത്തമാണെന്ന് ഓർക്കണം. അപ്പൊ അടുത്തത് ഡി ആണ്. മഞ്ഞപ്പിത്തം ഡി. AI, BI, CI, അടുത്തത് ഡി ആണ്. ഡി ആർക്കാ വരുന്നത്? വളരെ റയറാണ്. പക്ഷെ ബി ചികിത്സിച്ച് ഭേദമാകാത്തതും സി ചികിത്സിച്ച് ഭേദമാകാത്തതും കൂടുതലും ബിയുടെ കൂടെയാണ് ഡിയെ കാണുന്നത്. ഇതൊക്കെ ഉണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അല്ലാതെ നമ്മൾ അതിനെ കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട. അടുത്തത് ഇ ആണ്. അതും നമ്മുടെ എ പോലെ തന്നെ ഓറോഫീക്കൽ, അൺഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ശുദ്ധമല്ലാത്ത ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും അൺഹൈജീനിക് ആയിട്ടുള്ള പ്രാക്ടീസിലൂടെയും ഒക്കെ പകരുന്ന ഒരു സംഭവമാണ്. ചികിത്സ എന്ന് പറയുന്നത് ലക്ഷണം ഏതാണോ കാണിക്കുന്നത് അതിനനുസരിച്ച് ചികിത്സ. മഞ്ഞപ്പിത്തത്തിന് എന്തായിരിക്കും ലക്ഷണം? ഒന്ന് മഞ്ഞ കാണും, പിന്നെ ശരീരവേദന ഉണ്ടാവാം, പനി ഉണ്ടാവാം, ഛർദിലിനേക്കാൾ ഓക്കാനം, ആഹാരത്തിന്റെ മണം വരുമ്പം വരെ ഛർദിൽ വരും, ഓക്കാനിക്കും, ഒരാഹാരം കഴിക്കാൻ പറ്റില്ല, വിശപ്പ് കുറവ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ലിവറിനാണ് കേട്. അപ്പം മഞ്ഞപ്പിത്തം ചികിത്സിക്കുമ്പോൾ ലിവറിന് റെസ്റ്റ് കൊടുക്കുന്ന ആഹാര രീതി അവലംബിക്കണം. ഞാൻ പറയാറുണ്ട്, കരിക്കൻ വെള്ളം, അതുപോലെ തന്നെ നമ്മുടെ കരിമ്പിൻ ജ്യൂസ് കിട്ടുമെങ്കിൽ കരിമ്പിൻ ജ്യൂസ് ഒരെണ്ണം. ഒരുപാട് കരിമ്പിൻ ജ്യൂസ് കുടിക്കല്, ഷുഗർ പിന്നെ എലിവേറ്റഡ് ആകും. കരിമ്പിൻ ജ്യൂസ് കൊടുത്താൽ ഡയറക്റ്റ് ഷുഗർ ശരീരത്തിൽ കിട്ടും, എനർജി കിട്ടും, ലിവറിന് റെസ്റ്റ് കിട്ടും. അതുപോലെ വൈറ്റ് റാഡിഷ്, മുള്ളങ്കി എന്ന് പറയുന്ന സാധനം, ഇത് ഞാൻ എൻ്റെ മഞ്ഞപ്പിത്തം മാറ്റിയ കാര്യമാണ് ഞാൻ പറയുന്നത്. മുള്ളങ്കി ഇലയോടുകൂടി കിട്ടുമെങ്കിൽ ഇല ചെറുതായിട്ട് അരിഞ്ഞ്, മുള്ളങ്കി നമ്മുടെ കദ്ദുക്കസ് ഒരച്ചെടുക്കില്ലേ, അതിന്റെ പീലി പുറന്തൊലി ഒരിച്ച് കളഞ്ഞിട്ട് അതിനെ ഒരച്ചെടുത്ത് ആവിക്ക് വെച്ച്, ഇലയും ആ കായും കൂടെ ആവിക്ക് വെച്ച്, അതില് ആവിക്ക് വന്ന് അതൊന്ന് വാടിക്കഴിയുമ്പോൾ അതിനകത്ത് നമ്മൾ നാരങ്ങാ നീരും പെപ്പറും ഒഴിച്ച് 2 മാസത്തെ ഭക്ഷണമായിരുന്നു. ഞാനത് കഴിച്ചു. മഞ്ഞപ്പിത്തം പോകുന്നത് വരെ ഇതായിരുന്നു മെയിൻ ഭക്ഷണം. പിന്നെ നമുക്ക് വയറുവേദന, നോഷ്യ ഒക്കെ ഉണ്ടാവും. വയറുവേദന ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വയറടങ്കലമല്ല, വലതുവശത്ത് ആ ലിവറിന്റെ ടോപ്പിൽ ആ ഇൻഫ്ലമേഷൻ കൂടുതലായതുകൊണ്ട് നമുക്ക് കൈ ഒന്ന് തൊടാൻ പോലും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ബിലിറൂബിൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ബിലിറൂബിൻ വളരെ കൂടും. അത് കുറേശ്ശെ കുറഞ്ഞു വരണം. SGOT, SGPT എന്ന് പറയുന്ന ടെസ്റ്റും വളരെ, എൻസൈംസ് വളരെ ഹൈ ആയിരിക്കും. വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ ആയിട്ട് ഇപ്പോൾ ഒക്കെ അഡ്മിറ്റ് ആയ കുറേ ആൾക്കാർക്ക്
300 300-ൽ നിന്ന് 600 ആകാൻ മണിക്കൂറേ എടുത്തുള്ളൂ. 600-ൽ നിന്ന് 1000 ആകാൻ മിനിറ്റുകളെ എടുത്തുള്ളൂ. 1000-ൽ നിന്ന് 5000 ആകാൻ വീണ്ടും ഫ്രാക്ഷൻ മാത്രമേ സമയം എടുത്തുള്ളൂ. ഇപ്പൊ 6000 ഒക്കെ തിരിച്ച് നോർമൽ ആകാൻ ശരിക്കും പറഞ്ഞാൽ കുറെ സമയം എടുക്കും. പക്ഷേ RCM-ൽ ആയതുകൊണ്ടും RCM-ലെ പ്രൊഡക്റ്റിനെ നുള്ളിക്കീറി പഠിക്കാൻ അവസരം കിട്ടിയത് കൊണ്ടും ഈ ആൾക്കാർക്ക് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയത് ന്യൂട്രിചാർജ് കിഡ്സ്, ന്യൂട്രിചാർജ് കേസർ പിസ്ത മിക്സ് ചെയ്ത് കഴിക്കുക. ന്യൂട്രിചാർജ് കിഡ്സിൽ കിഴാർനെല്ലി ഉണ്ട്. ആ കിഴാർനെല്ലി സാധാരണഗതിയിൽ ഒറ്റമൂലി ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാതെ. ഇപ്പൊ ഒറ്റമൂലിയിലേക്ക് പോകണമെന്ന് ചോദിച്ചാൽ ഒരിക്കലും പോകല്ല. ഡയറക്റ്റ് അക്യൂട്ട് സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ തന്നെ പോകണം. നമ്മുടെ മോണിറ്ററിങ് ആവശ്യമാണ്. കൂടുതൽ ബുദ്ധിമുട്ടില്ല. വെള്ളമൊക്കെ കുടിക്കാം. നോഷിയ ഒന്നും ഇല്ല. തളർച്ച കൂടുതലില്ല. ഫീവർ കൂടുതലില്ല. വീട്ടിലിരിക്കാം. പക്ഷേ ഇതിങ്ങനെ കൂടി വരുമ്പോ നമ്മുടെ കോൺഫിഡൻസ് പോകും. അതുകൊണ്ട് അത് ഉണ്ടാവാതിരിക്കാൻ വെള്ളം നന്നായിട്ട് കുടിക്കുക. എപ്പോഴാണോ പോകണം എന്ന് തോന്നുക, എന്നുവെച്ചാൽ നമ്മുടെ കൺട്രോളിൽ നിൽക്കില്ല കാര്യങ്ങൾ, ചിലപ്പോ തലകറക്കം വരെ ഉണ്ടാവാം. അപ്പൊ ഹോസ്പിറ്റലിൽ പോവുക. എവിടെ പോയാലും നമ്മുടേത് സപ്ലിമെന്റുകൾ, ഫുഡാണ്, ആഹാരമാണ്. ആർക്കും അതിനെ റെസ്ട്രിക്ട് ചെയ്യണ്ട. അവനവൻ വിചാരിച്ച് റെസ്ട്രിക്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഡോക്ടർ എന്ത് പറയും? ഡോക്ടർ എന്ത് പറയാൻ? ആഹാരം കഴിക്കണമെന്ന് പറയുമ്പോ ഇതാണ് എന്റെ ആഹാരം എന്ന് പറഞ്ഞൂടെ? അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ആരും പറയത്തില്ല എന്ന് മാത്രം. ആലുവ നജാത്ത് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ ഒരു അസോസിയേറ്റിന്റെ മകനെ ഡിസ്ചാർജ് ആക്കിയത് ഡോക്ടറിന് തന്നെ അതിശയമായിരുന്നു. 5000 ആയത് നേരെ 1000-ലേക്ക് പോയി. കൊടുത്തത് ന്യൂട്രിചാർജ് കിഡ്സ്, ന്യൂട്രിചാർജ് S5, ന്യൂട്രിചാർജ് വെജമേഗ, ന്യൂട്രിചാർജ് മാൻ, ഗാമ ഒറൈസനോൾ. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോന്നതിന് ശേഷമാണ് ന്യൂട്രിചാർജ് ബയോ ഏജ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ റീഡിംഗ് ഒക്കെ നോർമലായി നമ്മൾ നോർമൽ ഹെൽത്തിലേക്ക് വരുമ്പോൾ ന്യൂട്രിചാർജ് ബയോയേജ് എടുക്കാം. ബയോയേജ് എടുക്കുന്നത് കൊണ്ട് എന്താ ഗുണം എന്ന് ചോദിച്ചാൽ, ലിവറിനെ കംപ്ലീറ്റ് ആയിട്ട് ഡീടോക്സ് ചെയ്യാനും ബോഡിയെ ഡീടോക്സ് ചെയ്യാനും ശരീരത്തിന്റെ ദഹന വ്യവസ്ഥ കറക്റ്റ് ആക്കാനും ശരീരത്തിൽ എക്സ്ട്രാ ഫാറ്റ് ഉണ്ടെങ്കിൽ അത് മാറാനും മെറ്റബോളിസം കറക്റ്റ് ആക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന, ലിവർ ഹെൽത്തിനെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്ലിമെന്റ് ആണ് ന്യൂട്രിചാർജ് ബയോയേജ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫുഡായിട്ട് എന്ത് കഴിക്കാം? ആശുപത്രി കിടക്കുവാണ് അല്ലെങ്കിൽ വീട്ടിൽ കിടക്കുവാണ്, എന്ത് കഴിക്കാൻ കൊടുക്കാം? ഫ്രഷ് ഫ്രൂട്ട്സ് കൊടുക്കാം. അതിനെ മിക്സിയിലിട്ട് അടിച്ച് ജ്യൂസ് ആക്കണം എന്നില്ല. ചവച്ച് തിന്നാൻ മടിയാണെങ്കിൽ ജ്യൂസ് ആക്കിക്കോ, എന്നാലും വിഷയമില്ല. ലീഫി വെജിറ്റബിൾസ്, അതുപോലെ തന്നെ ഹോൾ ഗ്രെയിൻ പറയുമ്പോ തവിടുള്ള ഭക്ഷണം. ഇനിയിപ്പൊ തവിടുള്ള അരിയും ഗോതമ്പും ഒന്നും വാങ്ങിക്കാൻ പോകണ്ട. ക്വിനോവയുണ്ട്. നമുക്ക് വെള്ളത്തിലിട്ട് കുതിർക്കുക. 8 മണിക്കൂർ കുതിർത്തതിന് ശേഷം ചട്ടിക്കലത്തിൽ വേവിക്കുക, മൺപാത്രത്തിൽ വേവിക്കുക. കുറെ വെള്ളം ഒഴിച്ച് കുറെ സമയം നല്ല പോലെ വെന്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആകും. അത് കഴിക്കാം. മഞ്ഞപ്പിത്തമുള്ള സമയത്ത് ഓയിലിന്റെ അളവ് വളരെ വളരെ കുറയ്ക്കണം. കാരണം ഫാറ്റിനെ അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ലാത്തത് കൊണ്ട് ഓയിൽ പറ്റില്ല. ഇനി അത് RCM ഭ്രാന്ത് കയറിയിട്ട് ഒത്തിരി ഓയിൽ ഇത് നല്ലതാന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ. ഓയില് ആ സമയത്ത് റെസ്ട്രിക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്കാവാം. ഓക്കെ. പിന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ട കാര്യം പ്രോസസ്ഡ് ഫുഡ്, ടിൻ ഫുഡ് വരുന്നത്, അതുപോലെ ആൽക്കഹോൾ ടോട്ടലി ഒഴിവാക്കുക. മഞ്ഞപ്പിത്തം വന്നിട്ടുള്ള ഏത് ടൈപ്പ് മഞ്ഞപ്പിത്തമാണെങ്കിലും ലിവറിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിലും ആൽക്കഹോൾ ഒഴിവാക്കുക. ആൽക്കഹോൾ ഇതിനെ വഷളാക്കാനും ഇത് ഉണ്ടാവാനും കാരണമാകും. ഓക്കെ. ഹൈ ഷുഗർ ഒഴിവാക്കണം. ഞാൻ പറഞ്ഞു ഷുഗർ കെയിൻ നല്ലതാന്ന് വെച്ചാൽ കരിമ്പിൻ ജ്യൂസ് നല്ലതാന്ന് പറഞ്ഞു. പക്ഷെ ആ കരിമ്പിൻ ജ്യൂസ് ഒരു ദിവസം പല പ്രാവശ്യം വേണ്ട, ഒരു പ്രാവശ്യം കഴിച്ചാൽ മതി. കൂടുതൽ കഴിക്കാൻ ചെറുപ്പക്കാർക്ക് കഴിക്കാം. പക്ഷേ ഷുഗർ കൂടുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം ചെക്ക് ചെയ്യണം. ഒരുപാട് ഷുഗറും നല്ലതല്ല. അതുപോലെ തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ്, നമുക്ക് പൂരിത കൊഴുപ്പുകൾ എന്നൊക്കെ പറയും, ഈ വറവൊരിക സാധനങ്ങൾ, അതൊക്കെ ഒഴിവാക്കുക. വെള്ളം നന്നായിട്ട് കുടിക്കുക. വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ശരീരത്തിന് ആവശ്യത്തിനുള്ള ഗ്ലൂക്കോസ് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഗ്ലൂക്കോൺ ഡി പൗഡർ വാങ്ങിച്ചു വെച്ചാൽ അത് കഴിക്കാം. പക്ഷേ ഗ്ലൂക്കോൺ ഡി വാങ്ങിച്ചാൽ അവിടെ PV കിട്ടത്തില്ല. നമുക്ക് കിട്ടുന്നത് ഗുഡ് സിപ്പ് വാങ്ങിച്ചാൽ നമുക്ക് PVയും കിട്ടും. നമ്മൾ മെയിൻറ്റൈൻഡ് ആണ്. ഗ്ലൂക്കോസ് ഉണ്ട് അതിനകത്ത്, സോൾട്ട് ഉണ്ട് അതിനകത്ത്, സിങ്ക് ഉണ്ട് അതിനകത്ത്, ട്രേസ് എലമെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മളുടെ ശീലമാക്കുക. അത് 1 2 കുടിച്ചതുകൊണ്ട് ദോഷമില്ല. ഡീടോക്സ് ടീ, ആന്റി ഓക്സിഡന്റിന്റെ എഫക്റ്റ് കിട്ടും. അത് ഡെയിലി 1 2 കുടിക്കുക. ഗുഡ് സിപ്പ് ശീലമാക്കുക. പിന്നെ ന്യൂട്രിചാർജ് കിഡ്സ്, ന്യൂട്രിചാർജ് S5, ബയോയേജ്. പിന്നെ ആന്റി ഓക്സിഡന്റ് എഫക്റ്റ് തരുന്നത് നമ്മുടെ പഴങ്ങള്, പച്ചക്കറികള്, ബ്രൊക്കോളി, കോളിഫ്ലവർ, ഇതൊക്കെ നമ്മളെ ബോഡി ഡീടോക്സ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന പച്ചക്കറികളാണ്.
ബെറീസ്, നമുക്കിപ്പം ബെറീസ് വാങ്ങിക്കാൻ പോകാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ ന്യൂട്രിചാർജ് വുമണിന്റെ അകത്ത് ഉള്ളു ബെറീസ്, മാൻ്റെ അകത്ത് വരും. വരുന്നവരെ കാത്തിരിക്കുക. omega-3 ഉറപ്പായിട്ടും കഴിക്കുക. ഫൈബറും പ്രോട്ടീനും വേണം. ഇവിടുന്ന് എന്താ മനസ്സിലാകുന്നത്? PVMFO ശീലമാക്കുക. സിമ്പിൾ. നമ്മുടെ ദാല്, നന്നായിട്ട് ദാല് കഴിക്കുക. നമ്മുടെ എന്നായിരുന്നു അതിന്റെ പേര്? അച്ചോമന്റെ പരിപ്പ്, മൂങ്കല്ലല്ലോ, മസൂർ മൽക്ക. സൂപ്പറാണ്. പ്രോട്ടീനും ഉണ്ട്, ഫൈബറും ഉണ്ട്. അത് നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമാക്കിയോണ്ട് കുഴപ്പമൊന്നുമില്ല. അത് മഞ്ഞപ്പിത്തം ഇല്ലാത്തവർക്കും മഞ്ഞപ്പിത്തം ഉള്ളവർക്കും ഒക്കെ കഴിക്കാം. നാവ് അനുവദിക്കില്ല മഞ്ഞപ്പിത്തത്തിൽ, ടേസ്റ്റ് പോരാന്ന് പറയും. പക്ഷെ അതിനെ മരുന്നിന്റെ ടേസ്റ്റ് അറിഞ്ഞിട്ടല്ല നമ്മൾ വിഴുങ്ങുന്നത്. നാവിന് രുചിയില്ലാത്തപ്പോ രുചിയില്ലാന്നതിന്റെ പേരിൽ ഭക്ഷണം ഒഴിവാക്കുന്നതിന് നല്ലത് രുചി അറിയാൻ വേണ്ടിയിട്ട് മരുന്നായിട്ട് ആ ഭക്ഷണത്തെ സങ്കല്പിച്ച് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ, തൊണ്ടയ്ക്ക് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ശരീരത്തിന് അറിയാം അതിനെ എന്ത് ചെയ്യണമെന്ന്. ഇത്ര വലിയ ശരീരത്തിൽ ഈ കുഞ്ഞു നാക്ക് സമ്മതിക്കാതെ നമ്മളൊന്നും വിഴുങ്ങില്ല എന്നുള്ളതാണ് സത്യം. ഞാനിതൊന്നും ശീലിച്ചിട്ടില്ല. അതങ്ങ് മാറ്റുക. ശീലങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ചീത്ത ശീലങ്ങളാണ് നമ്മളെ മോശമാക്കിയെങ്കിൽ ആ ശീലങ്ങൾ മാറ്റാൻ നമ്മളൊന്ന് ശ്രമിച്ചാൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ, വലിയ വലിയ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കും, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും, നമ്മൾ നിൽക്കുന്ന വീട്ടിലുണ്ടാക്കും, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും. സോ RCM ID കിട്ടിയ ഓരോരുത്തരും അതിനെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് തന്നെ കാണുക. ഒരു കാര്യം കൂടെ ഇൻ ജനറൽ പറയാനുള്ളത്, ഉദരസഫ കഴിക്കുക, വയറിളക്കുക. 1 പ്രാവശ്യം 2 പ്രാവശ്യം വയറ്റിൽ നിന്ന് പോകുന്നുണ്ട്, സ്മൂത്തായിട്ട് പോകുന്നുണ്ട്, നമ്മൾ ബിന്ദാസായിട്ട് നടക്കും, ഇഷ്ടം പോലെ വാരി വലിച്ചു കഴിക്കും. പക്ഷേ പറ്റിപ്പിടിച്ച മലാംശം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ശരീരത്തിലെ പല വേദനകൾക്കും കാരണം അതാണ്. വയറിനെ കംപ്ലീറ്റ് ക്ലീൻ ആക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ ഉദരസഫയ്ക്കുണ്ട്. ദയാൽ സാറിന്റെ വീഡിയോയിൽ ചിന്നാമുക്കി ഇല എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ കാര്യം പറയുന്നുണ്ട്. എനിക്ക് ആ ഇല ഏതാണെന്നറിയില്ല, പക്ഷെ ആ ചിന്നാമുക്കി നമ്മുടെ ഉദരസഫയിലുണ്ട്. 2 സ്പൂൺ 1 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ കിടക്കുന്നതിന് മുമ്പ് കുടിച്ച് ഒരു 10-20 മിനിറ്റിനുള്ളിൽ അതേ ഗ്ലാസ് കൊണ്ട് തന്നെ 2 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ കുടിച്ചിട്ട് കിടന്നാൽ രാവിലെ നല്ല സ്മൂത്ത് ആയിട്ട് കംപ്ലീറ്റ് എംറ്റി ആകുന്ന ഒരു ഫീല് നമുക്കുണ്ടാവും. അത് ഇടയ്ക്കും തലയ്ക്കും ചെയ്തോളുക. ഡീടോക്സിറ്റി നിങ്ങളുടെ ശീലമാക്കി മാറ്റിയാൽ നിങ്ങളുടെ ബോഡി ഡീടോക്സ് ആകും. സാധാരണ ഗ്രീൻ ടീ ആണെങ്കിൽ അത് ആഹാരത്തിന്റെ സമയവുമായി ബന്ധപ്പെടുത്തി കഴിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അതുകൊണ്ടൊരു ഗുണം ഉണ്ടാവില്ല. ഒരിക്കലും ഗ്രീൻ ടീ കുടിക്കുമ്പോൾ അത് ചൂടായിട്ട് കുടിക്കാൻ പാടില്ല എന്ന് നമ്മളെ പരസ്യം പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഗ്രീൻ ടീ ആണ് കുടിക്കുന്നതെന്ന് ഗമേല് പറയുന്നവര് അത് ചൂടായിട്ട് കുടിക്കാതിരിക്കുക. ആഹാരവുമായിട്ട് 2 മണിക്കൂർ ഗ്യാപ്പ് വെക്കുക. കാരണം ആഹാരത്തിലെ പോഷകത്തിനെ അതിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ ഡീടോക്സിനുണ്ട്, ആ ഗ്രീൻ ടീക്ക് ഉണ്ട്. പക്ഷെ നമ്മുടെ ഗ്രീൻ ടീ അത്രയും ദോഷമില്ല. 2-3 കഴിക്കാം. കോമ്പിനേഷൻ വളരെ വെറൈറ്റിയാണ്. ബോഡിയെ ഡീടോക്സ് ചെയ്യും, നമുക്ക് എനർജി കിട്ടും. ഭയങ്കരമായിട്ട് തണുപ്പ് ഫീൽ ചെയ്യുന്ന സമയത്ത് നല്ല ചൂടുവെള്ളം ഒഴിച്ച് ഒരു സാഷേ ഡീടോക്സ് ടീ കുടിച്ചാൽ അതിന്റെ പകുതി എത്തുമ്പോൾ ശരീരത്തിൽ എനർജി കയറുന്നത് നമുക്ക് ഫീൽ ചെയ്യും. അത് നമുക്കൊരു 1-2 മണിക്കൂർ നേരത്തേക്ക് ആ എനർജി സസ്റ്റെയിൻ ചെയ്യും. ഇനി ഒരു ഡീടോക്സ് ടീയുടെ ഒരു ടിപ്പും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഡീടോക്സ് ടീ രാവിലെ എഴുന്നേറ്റ് വന്ന് കുടിക്കാൻ പറ്റുന്ന ഒരു ഡീടോക്സ് ടീ, 1/2 ടീസ്പൂൺ കൊത്തമല്ലി സൂപ്പർ മാർക്കറ്റിലേതല്ല, മരുന്ന് കടയിലെ കൊത്തമല്ലി വേണം, ഇട്ടാൽ മുളയ്ക്കുന്ന കൊത്തമല്ലി വേണം. 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ പെരുംജീരകം, ഒരു ചെറിയ കറുവപ്പട്ട കഷ്ണം. ഇതൊരു 1/2 ലിറ്റർ വെള്ളത്തിൽ ഇട്ടിട്ട് അത് തിളയ്ക്കുമ്പോൾ ഇട്ടാൽ മതി. തിളയ്ക്കുമ്പോൾ ഇത് ഇട്ടിട്ട് വെള്ളം തിളച്ചതിന് ശേഷം ഈ കൂട്ടുകൾ ആഡ് ചെയ്യുക. ഒരു 10 മിനിറ്റ് തിളയ്ക്കാൻ അനുവദിക്കുക. 1/2 ലിറ്റർ അല്ല, സോറി, 1 ലിറ്റർ വെള്ളത്തിനാണിത്. 10 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ അതിനെ ചെറു ചൂടോടെ ഫ്ലാസ്കിൽ ഒഴിച്ചു വെക്കുക. ആ 1 ലിറ്റർ വെള്ളം ദിവസത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് ഒരു 6 മണിക്ക് മുമ്പായിട്ട് അത് കുടിച്ചു തീർക്കുക. വൈകുന്നേരം 6 മണിക്ക് മുമ്പ് അത് തീർത്താൽ മതി. പിടിച്ച പിടിയാലേ വേണ്ട, സിപ്പായിട്ട് അതിനെ കഴിക്കണം. ഇത് നിങ്ങളുടെ ബോഡിയെ ഡീടോക്സ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ ശരീരത്തിലെ അസിഡിറ്റി മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പുളിച്ചു തകട്ടല്, നെഞ്ചരിച്ചില്, ഗ്യാസ് ഉണ്ടാവല്, ഇതിനൊക്കെ ഒരു അറുതി വരുത്താൻ ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഞാൻ പരീക്ഷിച്ച് തെളിഞ്ഞതും ഇപ്പോഴും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും ആയ കാര്യങ്ങളാണ്. ഉറക്കം എവിടെ കുറഞ്ഞോ അവിടെ അസിഡിറ്റി ഉണ്ടാവും, എവിടെ ടെൻഷൻ വന്നോ അവിടെ അസിഡിറ്റി ഉണ്ടാവും. പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അസിഡിറ്റി നോർമലായിട്ട് നമുക്ക് ഫീൽ ചെയ്ത് കഴിയുമ്പോൾ അതിനെ മാറ്റാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. RCM നിങ്ങളിലേക്ക് എത്തിച്ചത് ഈശ്വരനാണെന്ന് വിശ്വസിക്കുക. ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണെന്ന് വിശ്വസിക്കുക.
ഞാൻ അതിൽ വിശ്വസിച്ചാണ് ഞാൻ ഇപ്പോഴും പഠിക്കാൻ ഇഷ്ടമാണ്. പഠിക്കാൻ ഇഷ്ടമായതുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കാനും ഇഷ്ടമാണ്. ഇപ്പോ ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. ഇത് ഇത്രയും പേരിലേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് നവഭാരത നിർമ്മാണത്തിന്റെ ഭാഗമാകാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ജയ് RCM, ജയ് ഹിന്ദ്. താങ്ക് യു കനകമ്മ മാഡം. ഒരു എക്സ്റ്റെൻസീവ് സെഷൻ, അതായത് എന്തുകൊണ്ട് ഇത് വരുന്നു എന്ന് തൊട്ട് എന്തൊക്കെ പ്രതിവിധികൾ നമ്മൾ എടുക്കണം, RCM എന്നുള്ളത് മാത്രമല്ല അല്ലാതെയും എന്തൊക്കെ പ്രതിവിധികൾ നമുക്ക് എടുക്കാം എന്നുള്ളതിന്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു സെഷൻ. സത്യം പറഞ്ഞാൽ ഒരു ഡോക്ടേഴ്സ് കോൺഫറൻസിന് ഇരുന്ന ഒരു പ്രതീതിയായിരുന്നു. ചില കാര്യങ്ങളൊക്കെ തലയ്ക്ക് മുകളിലോട്ട് പോയെങ്കിലും ബഹുഭൂരിപക്ഷം കാര്യങ്ങളും മനസ്സിലാക്കുന്ന രീതിയിൽ മാഡത്തിന് പറഞ്ഞു തരാൻ സാധിച്ചു എന്നുള്ളതാണ് മാഡത്തിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു അസുഖങ്ങൾ നേരിടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇനി ഇത് വരാതിരിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് ഈ അറിവുകൾ സഹായകരമാവും. പക്ഷേ ഇത് നമ്മളിൽ മാത്രം വെക്കരുത്. എനിക്കതാണ് പറയാനുള്ളത്. നമ്മുടെ ഈ ക്ലാസ് ഒക്കെ കേട്ടു, എനിക്കറിയാം അനവധി ആൾക്കാർ എഴുതിയെടുക്കുന്നുണ്ട്. പക്ഷെ ഇത് പ്രായോഗികമായിട്ട് എവിടെയാണോ അപ്ലൈ ചെയ്യേണ്ടത് അവിടെ അപ്ലൈ ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ